ഏറ്റവും മാരകമായ അവസ്ഥ വിശപ്പും. ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതുമാണ്. വിശപ്പിൻ്റെ വിലയറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു ആയുസ്സ് മുഴുവൻ അധ്വാനം ചെയ്ത മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വളർത്തി വലുതാക്കി ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. എലോഹിം ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 3.5 വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ ഊന്നുകല്ലിൽ സ്നേഹത്തണൽ എന്ന പേരിൽ ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങുവാനിടയായി തീർന്നു. പന്തളം ജനമൈത്രി പോലീസ് കൊണ്ടെത്തുന്ന തമിഴ്നാട് സ്വദേശികളായ ഒരു മാതാവും പിതാവുമാണ് അവിടുത്തെ ആദ്യത്തെ അന്തേവാസികൾ. അവിടുന്ന് ആരംഭിച്ച സ്നേഹത്തണലിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്ന് അന്ന് നമ്മൾ കെട്ടിയ ആ ഹോള് നിറയെ ആളുകളെ, തെരുവിൽ വലിച്ചെറിയപ്പെട്ട, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി ആളുകളെ ദൈവത്തിൻ്റെ കൃപയാൽ ഏറ്റെടുക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിൻ്റെ 2ാമത്തെ നിലയുടെ പണി കഴിഞ്ഞ ദിവസം ആരംഭിക്കാൻ സർവശക്തിയുള്ള ദൈവം സഹായിച്ചു. പ്രിയരെ, നിരവധി ആളുകൾ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്ത ആളുകൾ, സമൂഹം തള്ളിക്കളഞ്ഞവർ, ജീവിതത്തിൻ്റെ നന്മയുടെ, പ്രതീക്ഷയുടെ, അത്ഭുതത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന സ്നേഹത്തണൽ. നിങ്ങൾക്ക് ആ സ്നേഹത്തണലിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് അനാഥമാക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരുമിച്ച് കൈകോർക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.